ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, രാജകീയ ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. ഇന്ന് നമ്മൾ യോവേൽ പ്രവചനത്തിൽ നിന്നുള്ള ചില ആത്മീക ചിന്തകളാണ് ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അന്ത്യകാലത്ത് എന്നുള്ളിടത്ത് ഒരു ഉദ്ധരണി ചിഹ്നം നമ്മൾ കാണുകയാണ്. ആ ഉദ്ധരണി എടുത്തിരിക്കുന്നത് യോവേൽ പ്രവചനത്തിൽ നിന്നാണ്. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച പരിശുദ്ധാത്മ പകർച്ചയെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ യോവേൽ പ്രവചനത്തിൽ നിന്നുള്ള ഒരു പ്രവചന ഭാഗമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോവേൽ പ്രവാചകനെ പെന്തക്കോസ്തിൻ്റെ പ്രവാചകൻ എന്നാണ് വചന പഠിതാക്കൾ വിളിക്കുന്നത്. യോവേൽ പ്രവചനത്തിൽ അത് കിടക്കുന്നത് യോവേൽ പ്രവചനം 2:28 അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:16 ഉദ്ധരിച്ചിരിക്കുന്ന വാക്യം യോവേൽ 2:28 നിന്നാണ്. യോവേൽ പ്രവാചകനെ കുറിച്ച് ഒരു വാക്യം മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, പെതുവേലിന്റെ മകനായ യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. ബൈബിൾ നമുക്ക് പഠിക്കുമ്പോൾ പഠന സൗകര്യത്തിനായി നമ്മൾ അതിനെ പല ഭാഗങ്ങളായി പൊതുവെ തിരിക്കാറുണ്ട്. കൈപ്പത്തി കണ്ടല്ലോ, ഈ കൈപ്പത്തിക്കകത്ത് നമ്മുടെ ബൈബിൾ മുഴുവൻ ഒതുക്കാം. എങ്ങനെയാണെന്നറിയാമോ? 5 വിരലുകളാണ്. ആദ്യത്തെ വിരലിൽ പഞ്ചഗ്രന്ഥം, ന്യായപ്രമാണ പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പഞ്ചഗ്രന്ഥങ്ങൾ. 2-ാമത്തെ വിരലില് ചരിത്ര പുസ്തകങ്ങൾ, യോശുവ മുതൽ എസ്തേർ വരെയുള്ള ചരിത്ര പുസ്തകങ്ങൾ. 3-ാമത്തെ വിരലിൽ കാവ്യ പുസ്തകങ്ങൾ, ഇയ്യോബ്, സങ്കീർത്തനം, സദൃശ്യവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, വിലാപങ്ങൾ ഒരു കാവ്യഗീതമായതുകൊണ്ട് അതും അതിൽ ഉൾപ്പെടുത്തും. 4 വലിയ പ്രവാചകന്മാർ, യെശയ്യാവ്, ഇരമ്യാവ്, യെഹസ്കേൽ, ദാനിയേൽ, വലിയ പ്രവാചകന്മാർ. 5 ചെറിയ പ്രവാചകന്മാർ, യോവേൽ മുതൽ മലാഖി വരെയുള്ള 12 പ്രവാചകന്മാർ. അപ്പോൾ പഴയ നിയമം മുഴുവൻ നമ്മുടെ 5 വിരലിൽ ഒതുങ്ങി. ഇനി 4 വിടവുകൾ കാണുന്നില്ലേ? ആദ്യത്തെ ഈ വിടവില് 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ. 2-ാമത്തെ വിടവില് പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ. 3-ാമത്തെ വിടവില് 21 ലേഖനങ്ങൾ, റോമർ മുതൽ യൂദ വരെയുള്ള ലേഖനങ്ങൾ. 4-ാമത്തെ വിടവില് പ്രവചന ഗ്രന്ഥം, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം വെളിപ്പാട് പുസ്തകം. അപ്പം കൈക്കകത്ത് ബൈബിൾ ഒതുക്കി. ഞാനിത് പറഞ്ഞത് ചെറിയ പ്രവാചകന്മാർ തുടങ്ങുന്നത് യോവേൽ മുതലാണ്. അതിൽ അദ്ദേഹം തന്നെ കുറിച്ച് പറയുന്ന ഒരൊറ്റ ചെറിയ പരിചയപ്പെടുത്തലേ ഉള്ളൂ. 1-ാം അധ്യായം 1-ാം വാക്യം, പെതുവേലിന്റെ മകനായ യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. അത്രേ ഉള്ളൂ അദ്ദേഹത്തെ കുറിച്ചുള്ള വിലാസം. തന്നെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞൊതുക്കിയപ്പോൾ തൻ്റെ ദൈവത്തെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗങ്ങളിലെല്ലാം താൻ പ്രവചിച്ചത്. ഇത് നമുക്ക് തരുന്ന ആത്മീയ ചിന്ത എന്താ? നാം നമ്മെ വളർത്തുകയല്ല, ഉയർത്തുകയല്ല, നമ്മുടെ ദൈവത്തെ ഉയർത്തുകയാണ് ആവശ്യം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, അവനോ വളരണം, ഞാനോ കുറയണം. യോവേൽ തന്നെ കുറിച്ച് തൻ്റെ പിതാവിൻ്റെ പേരും കൂടെ പാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നാൽ ആ പുസ്തകത്തിലുടനീളം തൻ്റെ ദൈവത്തെക്കുറിച്ചാണ്
താൻ രേഖപ്പെടുത്തി. യോവേൽ പ്രവചനത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നമുക്ക് ഒരു 4 ആത്മീയ ചിന്തകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനം. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ് തന്റെ ദൂത് തുടങ്ങുന്നത്. കാരണം ഇസ്രായേൽ ജനം പലവിധമായ കാർഷിക ഫലസമ്പുഷ്ടിയിൽ ജീവിക്കുമ്പോൾ അവരുടെ നാടും അവരുടെ ധാന്യങ്ങളുമെല്ലാം കുത്തിക്കളയാൻ ദൈവം മൃഗജാലങ്ങളെ അനുവദിക്കുകയാണ്. അവരുടെ പാപം നിമിത്തം ദൈവത്തിന്റെ ശിക്ഷ അവിടെ വരികയുണ്ടായി. ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അവർ മാനസാന്തരപ്പെടണമെന്നുള്ള ദൂതാണ് യോവേൽ നൽകുന്നത്. അപ്പോൾ യോവേൽ പ്രവാചകന് പ്രവചിക്കാനുണ്ടായ സാഹചര്യം ജനം ദൈവത്തെ വിട്ട് പിന്മാറുകയും ദൈവത്തിന്റെ കടുത്ത ശിക്ഷ അവരുടെ കാർഷിക മേഖലകളിൽ മറ്റും വരികയും ചെയ്തു. അപ്പോൾ ദൈവം തനിക്ക് ദൂത് നൽകി അത് താൻ ജനത്തോട് അറിയിക്കുകയുണ്ടായി. 4 ജീവികളുടെ ആക്രമണങ്ങൾ അവിടെ ഉണ്ടായതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. 4-ാം വാക്യം, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. തുള്ളൻ എത്ര തിന്നാലും തൃപ്തി വരാത്ത ഒരു ജീവിയാണ് തുള്ളൻ എന്നുള്ളത്. 2, വെട്ടുക്കിളിയാണ്. വെട്ടുക്കിളി പൊതുവെ വലിയ കൂട്ടമായിട്ടാണ് വരുന്നത്. ആകാശത്തെ പോലും അത് മറച്ചു കളയും. സദൃശ്യവാക്യത്തിൽ നോക്കിക്കേ, വെട്ടുക്കിളിയെ കുറിച്ച് പറയുന്ന ഒരു വാക്ക്, വെട്ടുക്കിളികൾക്ക് രാജാവില്ലെങ്കിലും അവ അണിയണിയായി പുറപ്പെടുന്നു. വെട്ടുക്കിളിയുടെ ആക്രമണം ജനത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മോശയും ശലോമോനും ഒക്കെ അതേക്കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തില് മിസ്രൈമിൽ വെട്ടുക്കിളികൾ മൂലമുള്ള നാശമുണ്ടാകുന്നതായി നമ്മൾ കാണുന്നു. ആവർത്തന പുസ്തകത്തിൽ മോശെ വെട്ടുക്കിളിയുടെ നാശം നിങ്ങൾക്കുണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ താൻ പറയുന്നു, വായിച്ചാട്ടെ. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുകിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങൾ ഉള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ. അവിടെ 1 രാജാക്കന്മാർ 8:37 ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവ ഉണ്ടായാൽ ജനം തങ്ങളുടെ അകൃത്യത്തെ കുറിച്ച് അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നീ അവരെ രക്ഷിക്കണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ വെട്ടുക്കിളിയുടെ നാശം ഒരു ദൈവിക ശിക്ഷയായിട്ടാണ് അവിടെ കാണാൻ കഴിയുന്നത്. 3-ാമത്തെ ജീവി വിട്ടിൽ ആണ്. വിട്ടിൽ എന്ന ജീവി പച്ചയായുള്ളതെല്ലാം തിന്നും. പച്ച ഫലമായാലും ഇലയായാലും പച്ചയായുള്ളതെല്ലാം തിന്നുകളയുന്ന ജീവിയാണ്. 4-ാമത്തെ ജീവി അവിടെ വായിക്കുന്നു പച്ചപ്പുഴുവാണ്. പച്ചപ്പുഴു അത് മരങ്ങളുടെ തോല് വരെ തിന്നുകളയും. കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് യഹൂദൻ ജീവിച്ചിരുന്നത്. അവർ ദൈവത്തെ വിട്ട് പിന്മാറിയപ്പോൾ വിഗ്രഹാരാധനയിലേക്കും മറ്റും അധപ്പതിച്ചപ്പോൾ ദൈവം അനുവദിച്ചിട്ട് അങ്ങനെയുള്ള ശിക്ഷകൾ അവർക്കുണ്ടായി. ഒരു പ്രവചനം പറയണമെങ്കിൽ അതിൻ്റെ സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കണം. പെതുവേലിൻ്റെ മകനായ യോവേലിന് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടാനുണ്ടായ കാരണം അവർക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുണ്ടായ കാരണം അവർ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുമാറിയത് കൊണ്ടാണ്. ഇനി എന്താ പരിഹാരം? 2-ാം അധ്യായം 12-13 വാക്യം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. മാനസാന്തരപ്പെടാൻ വേണ്ടി ജനത്തെ താൻ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കാർഷിക മേഖല മുഴുവൻ തകർന്നല്ലോ, പച്ചയായുള്ളതെല്ലാം നശിച്ചില്ലേ, ജീവിതത്തിൽ സകല പ്രതീക്ഷകളും തകർന്നു പോയില്ലേ? എന്നാൽ ഒരു പരിഹാര മാർഗമുണ്ട്. ഈ തകർച്ചയുടെ വേളയിലെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവത്തെങ്കിലേക്ക് തിരിയുക. ഒരു കാര്യം കൂടെ അവിടെ എടുത്തു പറഞ്ഞു, 13-ാമത്തെ വാക്യം കൂടി. വസ്ത്രങ്ങളെയല്ല
ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ സന്നിധിയിലേക്ക് തിരുവീൻ. എന്താണ് ഇവിടെ പറയുന്ന വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറണമെന്ന് പറയുന്നത്? യഹൂദന്മാർ ദുഃഖം പ്രകടിപ്പിക്കുന്ന 5 രീതികൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാണ് വസ്ത്രം കീറുക എന്നുള്ളത്. വസ്ത്രം കീറുന്നു എന്നതിൻ്റെ അർത്ഥം ഹൃദയം ദൈവസന്നിധിയിൽ തകരുന്നു എന്നാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ ഒരു നാളും നിരസിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. ഉൽപ്പത്തി പുസ്തകം 37:34 തൻ്റെ ഇളയ മകൻ അപ്പൻ വാത്സല്യത്തോടെ ഉണ്ടാക്കി കൊടുത്ത അങ്കി കൊണ്ടുവന്ന് കീറിപ്പറിച്ച് ആടിൻ്റെ ചോരയിൽ മുക്കിക്കൊണ്ടുവന്ന് പിതാവിനെ കാണിച്ചു. ഇത് നിന്റെ മകൻ്റെ അങ്കി തന്നെയാണോ എന്ന് നോക്ക്, ഞങ്ങൾക്ക് വഴി കിടന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് അത് കണ്ടപ്പോൾ താൻ എന്ത് ചെയ്തു? അവിടെ വായിക്കുന്നത്, അപ്പോൾ യാക്കോബ് വസ്ത്രം കീറി ഏറിയ നാൾ തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഹായ് പട്ടണക്കാരുടെ നേരെ ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോവുകയാണ്. അവര് പറഞ്ഞു ചെറിയ പട്ടണമാണ്, എല്ലാ പടയാളികളെയും കൂടെ അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തണ്ട, കുറച്ച് പേര് പോയാൽ മതി. അത്രയ്ക്കുള്ള ചെറിയ ഗ്രാമമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഹായ് പട്ടണക്കാരുടെ മുമ്പാകെ ജനം പരാജയപ്പെട്ടു. ചെറിയ പട്ടണമാണ്, പക്ഷേ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. എന്താ കാര്യമെന്നറിയത്തില്ല. യോശുവ എന്താ ചെയ്തത്? യോശുവ 7:6 താൻ ദൈവസന്നിധിയിൽ വസ്ത്രം കീറി സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. യഹൂദന്മാർ ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് വസ്ത്രം കീറുക എന്നുള്ളത്. 2 ചണവസ്ത്രം ധരിക്കുന്നു എന്നുള്ളതാണ്. രട്ടുടുക്കുക എന്ന് പറയും. അത് ജീവിതത്തിലെ ആഡംബരങ്ങൾ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്ന അർത്ഥത്തിലാണ്. യോനയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. യോന ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ ദൈവം ഈ നാട് മുഴുവൻ നശിപ്പിച്ചു കളയാൻ പോകുകയാണെന്ന്. ദൂതേറ്റെടുത്ത ജനം എന്തു ചെയ്തു? തിരുവെഴുത്തിൽ വായിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. നിനവേക്കാർ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. ഹാമാൻ ഇസ്രായേൽ മക്കളെ കൊല്ലുവാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി ഉപായലേഖനം എഴുതി അത് നാട്ടിലൊക്കെയും പ്രചരിപ്പിക്കപ്പെട്ടു. തിരുവെഴുത്തിൽ വായിക്കുന്നത് എസ്തേർ 4:1. അപ്പോൾ മൊർദെഖായി സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിലേക്ക് ചെന്ന് കൈപ്പോടെ കരഞ്ഞു. മൊർദെഖായി രട്ടുടുത്തു, ചാക്ക് വസ്ത്രം ധരിക്കുകയാണ്. 3 മണ്ണ് വാരി തലയിലിടുമായിരുന്നു. ഞങ്ങൾ ഭൂമിയോളം താഴുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ തനിക്ക് അസുഖമായിരിക്കുന്നു എന്നറിഞ്ഞിട്ട് വിദൂരങ്ങളിൽ നിന്ന് സ്നേഹിതന്മാർ വന്നു. അവന്റെ അവസ്ഥ കണ്ടിട്ട് അവരാകപ്പാടെ അമ്പരന്ന് പോയി. അവിടെ വായിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി അവന്റെ വ്യസനം ആദി കഠിനമെന്ന് കണ്ടു. നമുക്കിതൊരു ഭോഷത്വം പോലൊക്കെ തോന്നിയാലും അവര് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തോ ഉണ്ടായിരുന്നു? അതിനെല്ലാം ഒരു അർത്ഥമുണ്ടായിരുന്നു. 4 വെള്ളം കോരി ഒഴിക്കുക. കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരി ഇങ്ങനെ നിലത്തൊഴിക്കും. വെള്ളം കോരി ഒഴിക്കുന്നു. അതിന്റെ അർത്ഥം അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നു എന്നാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 7:6 വാക്യം. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഹന്ന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹൃദയം അവന്റെ സന്നിധിയിൽ പകരുകയാകുന്നു. 5 വിലാപത്തോടുകൂടെ ഉപവസിക്കുക എന്നുള്ള. ആഹാരം വെടിഞ്ഞിരിക്കുക മാത്രമല്ല, കരയുകയാണ്. അതിനെയാണ് ബൈബിളിൽ ആത്മതപനം ചെയ്യുക എന്ന്. കരച്ചിലോടുകൂടിയ വിലാപമാണ്. ശൗൽ രാജാവ് തന്റെ മകനായ യോനാഥാനുമൊക്കെ ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയി എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് തിരുവെഴുത്തിൽ വായിക്കുന്നത്, അദ്ദേഹം ഒരു വിലാപഗീതം പാടി ആ പാട്ട് തന്റെ പട്ടാളക്കാരെ പഠിപ്പിച്ചു.
ഒന്ന് വായിച്ചാട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 31-13 വാക്യം. അവരുടെ അസ്ഥികളെ അവർ എടുത്ത് യാബേശിലെ പിചുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു 7 ദിവസം ഉപവസിച്ചു. 2 ശമൂവേൽ 1:17. ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. കടുത്ത ദുഃഖമുള്ളപ്പോൾ അവർ ചെയ്യുന്ന 5ാമത്തെ രീതി ഒരു വിലാപഗീതം പാടുമായിരുന്നു. യഹൂദന്മാർ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രവർത്തികൾ ചെയ്യുന്നതിനൊക്കെ ഒരു വ്യക്തമായ അർത്ഥമുണ്ടായിരുന്നു, ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ഇത് കേവലം പ്രഹസനങ്ങളായി മാറി. ആരാണ്ട് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഉടുപ്പങ്ങ് വലിച്ചു കീറുക. ഹൃദയത്തിനകത്ത് യാതൊരു രൂപാന്തരവും ഇല്ല. അവിടെയാണ് പ്രവാചകൻ പ്രവചിച്ചത്, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുകയാണ്. രണ്ട്, ദൈവം നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും തരും എന്നുള്ളതാണ്. യോവേലിന്റെ പുസ്തകം 2:23. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവുമായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. കാർഷിക മേഖലയിലാണ് അവരുടെ പ്രശ്നം. എല്ലാ കൃഷിയും നശിച്ചു പോയിരിക്കുകയാണ്. യോവേൽ അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടാൽ ദൈവം നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും തരും. എന്താ ഈ മുൻമഴ പിന്മഴ? 1-ാം അധ്യായം തന്നെ 17-ാം വാക്യം. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. വിത്ത് കിളിക്കണമെങ്കിൽ മഴ വേണം. മഴയില്ലാത്തത് കൊണ്ട് വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് നശിച്ചു പോകുകയാണ്. യോവേൽ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ദൈവം നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും തരും. മുൻമഴയാണ് കൃഷിയെ കിളിക്കാൻ പോലും അനുവദിക്കുന്നത്. 84-ാം സങ്കീർത്തനം 6-ാം വാക്യം. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. മുൻമഴ. യെശയ്യാപ്രവചനം 55:10 വാക്യം. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നു. കണ്ടോ? അപ്പൊ മഴ പെയ്യിക്കുന്നത് ദൈവമാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 14-ാം വാക്യം. ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ കൃഷിക്കാരായ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം ദേശത്ത് മുൻമഴയും പിന്മഴയും തരും. യിരെമ്യാപ്രവചനം 5:24. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന. കേട്ടോ? മുൻമഴയും പിന്മഴയും തരുന്ന ദൈവം, കൊയ്ത്തിനുള്ള കാലാവധി തെളിയിച്ചു തരുന്ന ദൈവം. സക്കറിയാപ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ, യഹോവ മിന്നൽ പിണര് ഉണ്ടാക്കുന്നുവല്ലോ. അവനവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ പരിശുദ്ധാത്മ പകർച്ചയെ മുൻമഴയായിട്ടാണ് കരുതുന്നത്. എന്തുകൊണ്ട്? യഹൂദന്മാർ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3:6 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാട്ടെ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. അടുത്ത വാക്യം. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അടുത്ത വാക്യം. നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. നമ്മളാണ് ദൈവത്തിന്റെ കൃഷി. പലസ്തീൻ നാട്ടിൽ യഹൂദന്മാർക്ക് മുന്തിരിയും യവവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന് ഫലം കൊടുക്കുന്ന കൃഷി നാമാണ്. കൃഷിക്ക് എന്ത് വേണം? മഴ വേണം. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവം അത്രേ. വളരുമാറാകണമെങ്കിൽ
മഴ പെയ്യേണ്ടതുണ്ട്. ഹോശേയ പ്രവചനം 6:3 നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഹോശേയ പ്രവചനം 6:1 വരുമ്പോൾ, വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കിലേക്ക് കയറി ചെല്ലാം. അവൻ സൗഖ്യമാക്കും, അവൻ അടിച്ചിരിക്കുന്നു, ആമേൻ, അവൻ മുറിവുകളെ കെട്ടും. 2 വാക്യം, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. പെന്തക്കോസ്ത് നാളിൽ ദൈവം മുൻമഴ പെയ്യിച്ചു എന്നും ഈ അന്ത്യകാലത്ത് ദൈവം പിന്മഴ പെയ്യിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ പാടുമ്പോൾ അതിൻ്റെ ഒരർത്ഥം ഇവിടെ ഹോശേയ പറയുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം നമ്മൾ എഴുന്നേൽക്കും. യോവേൽ പ്രവചനത്തിലെ ആത്മീയ ചിന്തകൾ 3, യഹോവയുടെ നാളും ക്രിസ്തുവിൻ്റെ ദിവസവും എന്ന 2 പദങ്ങളാണ്. ഭാവി കാലത്ത് ദൈവം ചെയ്യാൻ പോകുന്ന ഒരു 7 കൂട്ടം കാര്യങ്ങളുണ്ട്. അതൊന്നും മനസ്സിലാക്കിയാൽ മാത്രമേ യോവേൽ പ്രവചനത്തിലെ 2 ദൂതുകൾ നമുക്ക് മനസ്സിലാവുള്ളൂ. വെളിപ്പാട് പുസ്തകം 4:1 ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഭാവി കാലത്ത് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന, ഇന്നത്തെ സഭായുഗം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന 7 കാര്യങ്ങളുണ്ട്. 1, ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയും സഭയുടെ എടുക്കപ്പെടലുമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള വാക്യമുണ്ടല്ലോ, കർത്താവ് തൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം ഇരുവരും ഒരുമിച്ച് ക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. 2, സ്വർഗത്തിൽ ഈ സഭയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ന്യായാസനം, പ്രതിഫല വിഭജനം, കുഞ്ഞാടിൻ്റെ കല്യാണം എന്നീ 3 കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കും. 3, അതേസമയം ഭൂമിയിൽ മഹോപദ്രവം നടക്കും. എന്തുകൊണ്ടാണ് ഇതിനെ മഹോപദ്രവം എന്ന് പറയുന്നത്? കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടകാലമുണ്ടാകും. അതുകൊണ്ടാണ് മഹോപദ്രവത്തെ മഹാകഷ്ടകാലം എന്ന് വിളിക്കുന്നത്. ദൈവിക ത്രിത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളുള്ളതുപോലെ സാത്താന്യ ത്രിത്വത്തിൽ അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ, പഴയ പാമ്പ് എന്നീ 3 പേരടങ്ങുന്ന ഒരു പ്രവർത്തനമുണ്ടാകും. ആ കാലഘട്ടമാണത് മഹോപദ്രവം എന്ന് പറയുന്നത്. 4, ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. യേശു 2 പ്രാവശ്യം സ്വർഗാരോഹണം ചെയ്തിട്ടുണ്ട്. ഉയർപ്പിൻ്റെ ദിവസം രാവിലെ പാതാളപർദീസയിൽ പാർത്തിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കാൻ യേശു സ്വർഗത്തിലേക്ക് പോയി. 1ാമത്തെ ആരോഹണം. 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് 40-ാം ദിവസം സകലരും കാണുകെ അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അത് പരസ്യമായ സ്വർഗാരോഹണം. ഇതുപോലെ കർത്താവ് 2 പ്രാവശ്യം ഇനി മടങ്ങി വരും. 1, മേഘപ്രത്യക്ഷതയാണ്, സഭയെ ചേർക്കാൻ വേണ്ടിയുള്ള വരവ്. അത് കഴിഞ്ഞ് 7 വർഷത്തെ മഹോപദ്രവത്തിൻ്റെ ഒടുവിൽ യേശു തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. 5, സാത്താനാണ് ഈ ലോകത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നല്ലേ. അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ, പഴയ പാമ്പ്. കർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് തീപ്പൊയ്യിലേക്ക് തള്ളും. പാമ്പ്, സാത്താൻ എന്ന് പറയുന്ന പാമ്പുണ്ടല്ലോ, പാമ്പിനെ പിടിച്ച് 1000 ആണ്ടേക്ക് ബന്ധിക്കും. വെളിപ്പാട് പുസ്തകത്തിലാണ് വായിക്കുന്നത്. ജാതികളെ വഞ്ചിക്കാതിരിക്കേണ്ടതിന് അവൻ പഴയ പാമ്പും സാത്താനുമായ പിശാചിനെ 1000 ആണ്ട് അഗാധ കൂപത്തിൽ ബന്ധിക്കും. 6, വെള്ളസിംഹാസനത്തിലെ വിധി. മനുഷ്യർ, ദുഷ്ട മനുഷ്യർക്ക് വേണ്ടി, വിശ്വാസികൾക്കല്ല. മരിച്ചവർ ആവാലബദ്ധം അവൻ്റെ മുമ്പാകെ നിന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിക്കളയും. അത് വെള്ളസിംഹാസനത്തിൻ്റെ വിധിയാണ്. 7, പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കും. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും
പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. യോവേൽ പ്രവചനത്തിൽ ഞാൻ ഈ പറഞ്ഞ 7 കാര്യത്തില് 2 കാര്യങ്ങൾ യോവേൽ പറയുന്നുണ്ട്. ഒന്ന്, യഹോവയുടെ ദിവസം എന്നുള്ളതാണ്. യോവേൽ 2:3-31 വാക്യം. അവരുടെ മുമ്പിൽ തീ കത്തുന്നു, അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു. 31 വാക്യം. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോ. ഇതാണ് യഹോവയുടെ ദിവസം. യഹോവയുടെ ദിവസം അത് അനുഗ്രഹത്തിന്റെ ദിവസമല്ല. മലാഖി പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. ആമോസ് 5:18. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. യഹോവയുടെ ദിവസം അത് കോപത്തിന്റെ ദിവസമാണ്. ഇന്നത്തെ ഭൂമിയിൽ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിലെല്ലാം 1/3 വീതം നശിച്ചു പോവും. അങ്ങനെ വലിയ വിപത്തുകൾ ലോകത്തിൽ വരും. അതിനെയാണ് യഹോവയുടെ ദിവസം എന്ന് പറയുന്നത്. ന്യായവിധിയുടെ ദിവസമാണ്. എന്നാൽ നമ്മൾ കാത്തിരിക്കുന്നത് യഹോവയുടെ ദിവസത്തിന് വേണ്ടിയിട്ടല്ല, ക്രിസ്തുവിൻ്റെ നാൾ. എന്താ ക്രിസ്തുവിൻ്റെ നാൾ എന്ന് പറയുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരു ദിവസം ചെല്ലുമെന്നും അന്ന് ദൈവം നമ്മൾ ചെയ്തതിനൊക്കെ പ്രതിഫലം തരുമെന്നും നാം വിശ്വസിക്കുന്നു. അതിനെയാണ് ക്രിസ്തുവിന്റെ നാൾ എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 1:4. യേശു ക്രിസ്തുവിന്റെ നാള്. 10 വാക്യം. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക്. 2:16. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ദുഷ്ടന്മാർക്ക് യഹോവയുടെ ദിവസം ശിക്ഷയുടെ കാലഘട്ടമായിരിക്കുമ്പോൾ ഭക്തന്മാർക്ക് ക്രിസ്തുവിന്റെ നാള് ദൈവസന്നിധിയിൽ സന്തോഷിക്കാനുള്ള ദിവസങ്ങളായിരിക്കും. യോവേൽ പറയുന്ന 2ാമത്തെ ചിന്ത വിധിയുടെ താഴ്വര എന്നാണ്. കർത്താവിന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല 2ആയി പിളർന്നു പോവുകയും ഒരു വലിയ താഴ്വര അവിടെ ഉണ്ടാകുകയും ചെയ്യും. കർത്താവ് ജാതികളോട് വ്യവഹരിക്കുന്ന ഒരു ദിവസമാണത്. യോവേൽ പ്രവചനം 3-ാം അധ്യായം 2-14 വാക്യങ്ങൾ. ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും. യഹോശാഫാത്ത് താഴ്വരയിൽ ഒരു യുദ്ധം നടക്കുകയാണ്. 14-ാം വാക്യം കൂടെ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ ഞാൻ കാണുന്നു. ജാതികൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായി വരികയാണ്. ക്രിസ്തു അവിടെ മഹത്വത്തിൽ വെളിപ്പെട്ട് തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യും. നാലാമത്തെ പ്രധാന ചിന്ത, അനുതപിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ ഈ പ്രവചന ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. 2:14. നിങ്ങളുടെ ദൈവമായ യഹോവയെ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാഗവും പാനീയയാഗവുമായുള്ള ഒരു അനുഗ്രഹം വച്ചേക്കില്ലയോ? ആർക്കറിയാം. കണ്ടോ, അനുതപിച്ച് മടങ്ങി വന്നാൽ ദൈവം നിങ്ങൾക്ക് യാഗമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഒരു അവസരം തന്നു എന്ന് വരാം. യോന പ്രവാചകന്റെ പ്രസംഗം കേട്ടിട്ട് ജനം അനുതപിച്ചപ്പോൾ ദൈവം അവരുടെ ശിക്ഷയെ മാറ്റിക്കൊടുത്തില്ലേ? 2:16. ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ. അപ്പൊ അവിടെ ജനത്തെ മടക്കി വരുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. 2:19 വാക്യം. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. 26-27 വാക്യങ്ങൾ വായിച്ചല്ലോ. നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. 2:32. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇനി നിങ്ങൾ നിന്ന അനുഭവിക്കുകയില്ല. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നോക്കുമ്പോൾ എവിടെയും തകർച്ചകളായിരിക്കാം, പക്ഷെ തകർച്ചകളെ ഉയർച്ചകളാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം അവരെ അനുഗ്രഹിക്കും എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്.